ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു കറി ഉണ്ടാക്കാം. പരിപ്പും ചീരത്തണ്ടും. നമ്മൾ സാധാരണ ചീരത്തണ്ട് വലിച്ചെറിയാണ് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കാറില്ല. നമുക്ക് ആ ചീരത്തണ്ട് വെച്ചൊരു കറി ഉണ്ടാക്കാം. ചീരത്തണ്ട് ഒന്ന് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഒരു കുക്കറിൽ കുറച്ച് പരിപ്പും ഒരു പച്ചമുളക്, വേപ്പില, തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് ഒന്ന് പരിപ്പ് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ. ഇനി നമുക്കൊരു അരപ്പ് ശരിയാക്കാം. നാളികേരം, പച്ചമുളക്, ചുവന്നുള്ളി, ചെറിയ ജീരകം കൊണ്ട് നമ്മൾ അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കി വെച്ചതിന് ശേഷം പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചീരത്തണ്ട് ചേർക്കാം. ചീരത്തണ്ടും ഒരുവിധം വേവായി വരുമ്പോൾ നമുക്ക് മാങ്ങയോ പുളിയോ നിങ്ങളുടെ കയ്യിൽ എന്തുള്ള വെച്ചെങ്കിൽ ആ പുളിക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് വെന്ത് വരുമ്പോൾ നമ്മൾ അരപ്പ് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് താളിച്ചെടുക്കണം. ഞാനതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിൽ കറി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. നമുക്ക് താളിച്ചെടുക്കാനായി വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, വേപ്പില നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അടിപൊളി ടേസ്റ്റാട്ടോ ഈ കറി. നമ്മൾ സാധാരണ ഇതൊക്കെ തൂരക്കളയാണ് ചെയ്യുക. ഇങ്ങനെ ഉപകാരങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളും ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.